കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റയാളുടെ ശസ്ത്രക്രിയ വൈകിയതായി പരാതി. ഇന്നലെ രാവിലെ അപകടത്തിൽപ്പെട്ട കുഞ്ഞികൃഷ്ണൻ എന്ന 68-കാരന്റെ ശസ്ത്രക്രിയയാണ് വൈകിയത്. ശസ്ത്രക്രിയ വൈകിയതോടെ ഡിസ്ചാർജ് വാങ്ങിപ്പോയെന്ന് മകൻ പറഞ്ഞു. അച്ഛനെ ഇന്നലെ പുലർച്ചെ 5 മണിക്ക് അങ്ങനെ പത്രം ഇടാറുണ്ട്. പത്രം ഇടുന്ന ടൈമിന് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വണ്ടി വന്ന് അടിക്കുമായിരുന്നു. അപ്പോൾ ഇടിച്ചിട്ട് തെറിപ്പിച്ചതിന് ശേഷം അവർ അവിടെ നിർത്തുകയും പിന്നീട് അവരെ നോക്കുകയും എന്നതിന് ശേഷം വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ വരെ എത്തിച്ചിട്ടില്ല. അപ്പോൾ സർജറി ഡിലേ ആകുന്നതുകൊണ്ട് മൂപ്പർ വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. നാളെ എന്നാണ് പറയുന്നത്. ഇന്ന് ചോദിച്ചപ്പോൾ അനസ്തേഷ്യ ഡോക്ടർക്ക് റെഫർ ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് നാളെ ഡേറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ഡേറ്റ് കിട്ടുകയുള്ളൂ, അത് നാളെ ആവില്ല മറ്റന്നാളാവില്ല എന്നാണ് പറഞ്ഞത്. എപ്പോൾ സർജറി ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഇതുവരെ ഡേറ്റ് തന്നിട്ടില്ല. നിഖിൽ പ്രമേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. നിഖിൽ, ഒരു അടിയന്തര സർജറി നിർദ്ദേശിച്ചിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഇത് വൈകിയതെന്ന് മെഡിക്കൽ കോളേജ് ഈ കുടുംബത്തോട്, ബന്ധുക്കളോട്, മകനോടൊക്കെ പറഞ്ഞത്? അക്കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ കുടുംബത്തിന് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ ഇന്നലെ രാവിലെ ഏതാണ്ട് 5:30 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിന് ഈ വാഹനാപകടം ഉണ്ടാവുന്നത്. ഇദ്ദേഹം പത്രം നൽകാൻ വേണ്ടി പോകുന്നതിനിടെ ഒരു ലോറി വന്ന് ഇദ്ദേഹത്തെ ഇടിക്കുകയും തുടർന്ന് അവർ നിർത്താതെ പോവുകയുമായിരുന്നു. തുടർന്ന് മറ്റു ബന്ധുക്കളും മറ്റുമാണ് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കാര്യമായി തന്നെ ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 10 സ്റ്റിച്ചുണ്ട്, 2 ഇടങ്ങളിൽ പൊട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശസ്ത്രക്രിയ എത്രയും വേഗം നടത്തേണ്ടതുണ്ട് എന്ന് ഇദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടർ തന്നെയാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇതുവരെയും ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഈ നിമിഷം വരെയും അദ്ദേഹത്തെ സർജറി ചെയ്തിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുടക്കല്ലൂരിലെ MMC ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്തിട്ടുള്ളത്. ഈ കുടുംബം ചോദിക്കുമ്പോൾ ഈ അനസ്തേഷ്യ ഡോക്ടർ നിലവിലില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് സർജറി സാധ്യമാകില്ല, എപ്പോൾ സാധ്യമാകുമെന്നുള്ള കാര്യം ഇപ്പോൾ പറയാനാകില്ല എന്നുമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടി. ഇതിനെ തുടർന്നാണ് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗിയെയും കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.